കുറെ ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, പറഞ്ഞോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. 2 ദിവസമായി ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസം കൊണ്ട് കസേരയിട്ട് വീഡിയോ ആയിട്ട് വരണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇടയ്ക്കൊന്ന് നിൽക്കുകയോ കിടക്കുകയോ ഓടുകയൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. അത്രയും മനസ്സിനെ നീറ്റുന്ന ആ സംഗതി എന്താ ടീച്ചറെ? ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ് വളരെയേറെ വിഷമത്തോടുകൂടി ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓ, വളരെ വിഷമത്തോടു കൂടിയാണോ സംസാരിക്കുന്നത്? മുഖത്ത് ആ വിഷമമൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ മനുഷ്യരെ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ടീച്ചർ സംസാരിക്കുന്നത്. എല്ലാവരും അത് തിരിച്ചറിഞ്ഞോണം. അത് പറഞ്ഞതുകൊണ്ട് നന്നായി. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. CPIM കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും പ്രഖ്യാപിച്ചു. അപ്പൊ ടീച്ചറിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ള ദുഃഖം വല്ലതും ആണോ? എൻ്റെ പൊന്നു ടീച്ചറെ, വേണ്ട ബഹളം അതിനകത്ത് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പേരാവൂരിൽ KK ശൈലജ ടീച്ചറും തളിപ്പറമ്പിൽ സഖാവ് PK ശ്യാമള ടീച്ചറും. ഓ ഓ ഓ ഓ അതാണ് റൂട്ട്. ഇത്രയും ടീച്ചർമാരെ ഒന്നിച്ച് കാണണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ തന്നെ വരണം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരെ എല്ലാം ടീച്ചർന്ന് കൂട്ടിയാണ് സംസാരിക്കുന്നത്. ഇവരൊക്കെ ജനിച്ച സമയത്ത് പേരിട്ടപ്പോൾ തന്നെ ടീച്ചറിന് പേരിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഫുൾ നെയിം അങ്ങനെയാണോ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. PK ശ്യാമള ടീച്ചറും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. പിന്നെ ആന്തൂർ സാജൻ എന്ന വ്യക്തിയുടെ മരണത്തോടുകൂടി അല്ല ആത്മഹത്യയോടുകൂടി വളരെ രീതിയിൽ പ്രശസ്തയായിട്ടുള്ള വ്യക്തിയാണ് ശ്യാമള ടീച്ചർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു പ്രവർത്തകയായിട്ട് വർഷങ്ങളായി കണ്ണൂരിലുണ്ട്. സമ്മതിച്ച് ഊർജ്ജസ്വലത കൊണ്ട് ഒരാളുടെ ജീവൻ പോകാൻ വരെ ഇടയായല്ലോ. PP ദിവ്യയുടെ മുൻഗാമിയാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പോയിന്റിലേക്ക് വാ, നിങ്ങളുടെ വിഷമം പറ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടും സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടും കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഞങ്ങളെക്കാളെല്ലാം ഏറെ വിദ്യാർത്ഥി രംഗത്ത് ശോഭിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അന്നത്തെ ശ്യാമള. ഇത് വലിയ ഇടങ്ങേറായല്ലോ. അവര് പഠിക്കുന്ന സമയത്ത് ശോഭിച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്പം ഞങ്ങൾ അറിയേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കുരം കളിപ്പിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലയായിട്ടുള്ള നല്ലൊരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ അന്ന് എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു വിദ്യാർത്ഥിനി. ഇത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് വരെ അറിയായിരുന്നു. മതിയോ? ഓ, സംഗതി PK ശ്യാമള ടീച്ചറിന്റെ ജീവചരിത്രക്കുറിപ്പ് എഴുതുകയായിരുന്നു കേട്ടോ. എഴുതി വായിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യയായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരവസരം നിഷേധിക്കുന്നത് ശരിയാണോ എന്നുള്ള യുക്തമായ ചോദ്യത്തിന് മുൻപിൽ ആർക്കുത്തരവില്ല. ഹോ, അങ്ങനെ എത്ര സമയമാ? 4 മിനിറ്റ് 51 സെക്കൻഡത്തെ പ്രസംഗത്തിന് ശേഷം ടീച്ചറുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ താത്വികാചാര്യന്റെ ഭാര്യയായി പോയതാണോ ശ്യാമള ടീച്ചറിന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള, സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കാനുള്ള കാരണമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അതിന് പിന്നിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ ഒറ്റ വ്യക്തികളുമില്ല. ടീച്ചറെ, ഇത്രയും വലിയ ബിൽഡപ്പ് ഈ ഒരു സാധനത്തിന് കൊടുക്കേണ്ടിയിരുന്നില്ല. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഗോവിന്ദൻ മാസ്റ്റർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതേ തീവ്രതയിൽ ചെയ്യാൻ കഴിയുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയ്ക്ക് മാത്രമാണ് എന്ന് കരുതുന്നതിലെ യുക്തി എന്താണ്? അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കനാ. ജനകീയൻ അല്ലെങ്കിൽ ജനകീയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് നല്ലത് ചീത്ത ഇതൊക്കെ ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് നല്ല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിയും കണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്തോളാം. ആ കാര്യത്തിൽ ടീച്ചർ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഇമാതിരി വിഷയമായിട്ട് ഞങ്ങളെ മെനക്കെടുത്താൻ വരണ്ട. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്താ ധൃതി? വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ?